നമസ്കാരം, വെൽക്കം ബാക്ക്. എംഫേവർ ലേണിംഗ് ആപ്പിൽ കേരള PSC മത്സര പരീക്ഷയിൽ തന്നെ മലയാള വിഭാഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ, അതാണ് വാക്യശുദ്ധി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അവയുടെ മർമ്മഭാഗം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പഠിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു ക്ലാസ് എംഫേവർ ലേണിംഗ് ആപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ നോട്ടുകൾ ആവശ്യമായിട്ടുള്ളവർ എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനൽ കൂടി സന്ദർശിക്കുക, ജോയിൻ ചെയ്യുക. അവിടെ നിന്നും ഈ പറയുന്ന ക്ലാസ്സുകളുടെ നോട്ടുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നേരെ ക്ലാസ്സിലോട്ട് പോയാലോ. ഞാൻ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കേരള PSC പല മത്സര പരീക്ഷകളിലായിട്ട് ചോദിച്ച് ഒരുപക്ഷെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അവയുടെ മർമ്മഭാഗം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനും ഒരു അടിസ്ഥാനം ഉണ്ടാകുമല്ലോ. അത് മനസ്സിലാക്കിയാണ് നമ്മൾ ശരിയും തെറ്റും കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം ഇതാ വന്നിരിക്കുന്നു. നോക്കേ, സിനിമ തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വൈകിയാണ് അയാൾ എത്തിയത്. അടുത്തൊരു വാക്യം, സിനിമ തുടങ്ങി 1 മണിക്കൂർ വൈകിയാണ് അയാൾ എത്തിയത്. ഇതിൽ ഏതാണ് ശരി? എ ആണോ ബി ആണോ ശരി? സ്വാഭാവികമായിട്ടും എന്താണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സിനിമ തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വൈകിയാണ് അയാൾ എത്തിയത്. ഇവിടെ എന്താണോ ആ വാക്യത്തിലുള്ള അർത്ഥം അത് ഇരട്ടിക്കുകയാണ്. അതായത് ഒരു വാക്യത്തിൽ ആ വാക്യത്തിൽ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആശയം ഇരട്ടിക്കുകയാണ് എങ്കിൽ അത് തെറ്റാണ്. പൗനരുക്ത്യം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞതിന് ശേഷം വൈകിയാണ് അയാൾ എത്തിയെന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം അല്ലെങ്കിൽ ആശയം ഇരട്ടിപ്പിക്കുകയാണ്. ഒരൊറ്റ തവണ പറയേണ്ട കാര്യം, ഒരൊറ്റ തവണ അർത്ഥമാക്കേണ്ടത്, ആശയം നൽകേണ്ടത് ഇവിടെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി ശരിയായിട്ട് കൊടുക്കാം. എന്താ? സിനിമ തുടങ്ങി 1 മണിക്കൂർ വൈകിയാണ് അയാൾ എത്തിയത്. ഇങ്ങനെ പറയുന്നതാണ് ശരി, അല്ലെ? അപ്പോ എന്താണ് ഇതിനെ നമ്മൾ പൗനരുക്ത്യം അഥവാ അർത്ഥം അല്ലെങ്കിൽ ആശയം ഇരട്ടിപ്പിക്കുക എന്ന് പറയും. അത് തെറ്റാണ്, അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, നിങ്ങൾക്ക് അതിൽ നിന്നും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കും. എല്ലാ വെള്ളിയാഴ്ചയും പതിവായി സിനിമ കാണാറുണ്ട്. അടുത്ത് നോക്കിയേ, എല്ലാ വെള്ളിയാഴ്ചയും സിനിമ കാണാറുണ്ട്. ഇവിടെ എന്താണോ ആശയം അല്ലെങ്കിൽ അർത്ഥം അത് ഇരട്ടിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയേ. എല്ലാ വെള്ളിയാഴ്ചയും സിനിമ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അപ്പോൾ എന്തിനാ ഈ പതിവായി? നമ്മൾ ഒരു കാര്യം എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു പതിവാണ്. അപ്പൊ അവിടെ അർത്ഥം അല്ലെങ്കിൽ ആശയം ഇരട്ടിക്കുന്നുണ്ട്, പൗനരുക്ത്യം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എ തെറ്റാണ്, ഓപ്ഷൻ ബി ആണ് ശരി. എല്ലാ വെള്ളിയാഴ്ചയും സിനിമ കാണാറുണ്ട് എന്ന് പറയുന്നതാണ് ശരി. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന വാക്യങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് അർത്ഥം അല്ലെങ്കിൽ ആശയം ഇരട്ടിപ്പിക്കുകയാണ്. അത് ഒറ്റത്തവണ പറയേണ്ടതല്ലേ, അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കിക്കേ. മൂന്നാമത്തെ ചോദ്യത്തിൽ എല്ലാ ഞായറാഴ്ച തോറും പ്രാർത്ഥനയുണ്ട്. ഒരു ക്രിസ്ത്യാനിയാണ്. എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥനയുണ്ട്. ഇവിടെ എന്താണ് ശരി, ഏതാണ് തെറ്റ്? തെറ്റെങ്കിൽ ഏത് സാധനമാണ് കടന്നുകൂടിയിരിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. എല്ലാ ഞായറാഴ്ച തോറും എന്ന് പറഞ്ഞ് വരണ്ട. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാശയം. മറ്റത് എല്ലാ വെള്ളിയാഴ്ചയും പതിവായി എന്ന് പറയുമ്പോൾ അവിടെ പതിവായി, അവിടെ ആശയം അല്ലെങ്കിൽ അർത്ഥം ഇരട്ടിപ്പിക്കുകയാണ് എന്നതുപോലെ തന്നെ അതേ സെയിം ഒരച്ഛൻ ഒരമ്മ പെറ്റ മക്കൾ തന്നെയാണ് എന്ത് ഇവിടെ വീണ്ടും തോറും വന്നിരിക്കുക. എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥനയുണ്ട്. തോറും എന്ന് പറയുന്നത് അവിടെ ഇരട്ടിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം എന്തിലേക്ക് കൊടുക്കാം? ഓപ്ഷൻ
ബിയിലേക്ക് കൊടുക്കുക. അപ്പൊ ഇതാണ് പൗനരുക്ത്യം എന്ന് പറയുന്നത്. അതായത് ഒരേ വാക്യത്തിൽ അർത്ഥം അല്ലെങ്കിൽ ആശയം ഇരട്ടിപ്പിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി നോക്കിക്കേ, ഏത് വിചാരണ നേരിടാനും താൻ സന്നദ്ധമാണെന്ന് അയാൾ പറഞ്ഞു. അടുത്ത വാക്യം, ഏത് വിചാരണ നേരിടാനും താൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഏതാണ് ശരി? എ ആണോ ബി ആണോ ശരി? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. താൻ സന്നദ്ധമാണ് എന്നാണോ താൻ സന്നദ്ധനാണ് എന്നാണോ നമ്മൾ പറയേണ്ടത്? താൻ സന്നദ്ധനാണ്, അവിടെ ഒരു ഒറ്റ വ്യക്തിയാണ്. അപ്പോൾ സന്നദ്ധനാണ്, ഞാൻ സന്നദ്ധനാണ്, അങ്ങനെയല്ലേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ സന്നദ്ധമാണ് എന്ന് നമ്മൾ പറയും. ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? ഒന്നിലധികം വ്യക്തികൾ ഉണ്ട് എങ്കിൽ ഞങ്ങൾ അതിന് സന്നദ്ധമാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ താൻ സന്നദ്ധനാണ്, താൻ എന്ന് പറയുന്ന വ്യക്തി ഒന്നാണ്. അതുകൊണ്ട് തന്നെ സന്നദ്ധനാണ് എന്നാണ് പറയേണ്ടത്, സന്നദ്ധമാണ് എന്നല്ല. ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് പറഞ്ഞാൽ അതവിടെ ശരിയായനെ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചു വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, വേറെ ഗത്യന്തരമില്ലാതെ അവൾ അവനെ വിവാഹം ചെയ്തു. ഗത്യന്തരമില്ലാതെ അവൾ അവനെ വിവാഹം ചെയ്തു. ശ്രദ്ധിക്കണം, ഗത്യന്തരമില്ലാതെ, അതായത് നോ അതർ ചോയ്സ് എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഇത് സ്ഥിരം സ്റ്റീരിയോടൈപ്പിക് PSC ചോദ്യമാണ്. ഇവിടെ ഏതാണ് ശരി? ഇവിടെ പൗനരുക്ത്യം, അതായത് ഒരു അർത്ഥം അല്ലെങ്കിൽ ആശയം വീണ്ടും എടുത്തു കാണിക്കുകയാണ്, ഇരട്ടിപ്പിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പോ ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. ഗത്യന്തരമില്ലാതെ അവൾ അവനെ വിവാഹം ചെയ്തു എന്ന് പറയുന്നത് തന്നെയാണ് ശരി. വീണ്ടും അവിടെ വേറെ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഗത്യന്തരമില്ലാതെ എന്ന് പറയുന്നതിന് തന്നെ അർത്ഥം എന്താണ്? വേറെ ചോയ്സ് ഇല്ല അല്ലെ, വേറെ ചോയ്സ് ഇല്ല എന്ന അർത്ഥം തന്നെയാണ്. അതിന്റെ കൂട്ടത്തിൽ വീണ്ടും ഫ്രണ്ടിൽ ഒരു വേറെ വരേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി, ഗത്യന്തരമില്ലാതെ അവൾ അവനെ വിവാഹം ചെയ്തു. ഓക്കെ, അപ്പോ ഇതാണ് അർത്ഥം അല്ലെങ്കിൽ ഇത് കേരള PSC ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അർത്ഥങ്ങൾ അഥവാ ആശയങ്ങൾ ഇരട്ടിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പദശുദ്ധി പഠിക്കുമല്ലോ. പദശുദ്ധി പഠിക്കുമ്പോൾ ഓരോ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ചോദ്യം വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ സംഖ്യയുമായിട്ട് വരുന്ന ഓരോരോ ചോദ്യങ്ങളും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചോദ്യത്തിലേക്ക് നോക്കിയേ. നമ്മുടെ മുഖ്യമന്ത്രി തൻ്റെ പത്നിയുമായി എത്തിച്ചേർന്നു. മുഖ്യമന്ത്രി തൻ്റെ പത്നിയുമായി എത്തിച്ചേർന്നു, അതാണോ ശരി? മുഖ്യമന്ത്രി പത്നിയുമായി എത്തിച്ചേർന്നു, ഏതാണ്? സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുമായി വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളൊരു കല്യാണ ചടങ്ങിന് പോവുകയാണ്, സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ ഭാര്യയുമായിട്ടാണ് വന്നത് എന്ന് പറയുന്നതാണോ ശരി? ഞാൻ ഭാര്യയുമായിട്ടാണ് വന്നത്. മറ്റൊരാളുടെ ഭാര്യയുമായിട്ട് നമുക്ക് ഒരിടത്തും പോകാനോ പിടിക്കാനോ പബ്ലിക്കായിട്ട് പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും. മുഖ്യമന്ത്രി പത്നിയുമായി എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ വേറെ ആരുടെയും പത്നിയുമായിട്ട് മുഖ്യമന്ത്രി എത്തിച്ചേരില്ല, അദ്ദേഹത്തിന്റെ തന്നെ. അപ്പൊ അണ്ടർസ്റ്റുഡ് ആണ്. അവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. തൻ്റെ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, മുഖ്യമന്ത്രി പത്നിയുമായി എത്തിച്ചേർന്നു, അതാണ് ശരിയായ വാക്യം. ഇനി ദാ നോക്കിയേ, അയാളുടെ ധീരനായ പുത്രന് വീരചക്രം ലഭിച്ചു. അയാളുടെ പുത്രന് വീരചക്രം ലഭിച്ചു. ഇത് PSC തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. ആ സ്ത്രീയുടെ ധീരനായ പുത്രന് വീരചക്രം ലഭിച്ചു. ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു. അതായത് അയാൾ എന്ന് മാറ്റി ആ സ്ത്രീ എന്ന് പറഞ്ഞ് രണ്ടാമത് ആവർത്തിച്ചുകൊണ്ട് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെയും പൗനരുക്തം തന്നെ, അതായത് ആശയം ഇരട്ടിപ്പിക്കുകയാണ്. ധീരനായ ഒരു വ്യക്തിക്ക് മാത്രമേ വീരചക്രം സർക്കാർ നൽകുകയുള്ളൂ. അപ്പോൾ അവിടെ ആശയം ഇരട്ടിപ്പിച്ചിരിക്കുകയാണ്. ധീരനായ എന്ന് പറഞ്ഞ് വേണ്ട,
അയാളുടെ പുത്രന് വീരചക്രം ലഭിച്ചു എന്ന് മതി. അപ്പൊ ഇവിടെയും അർത്ഥം അല്ലെങ്കിൽ ആശയം ഇരട്ടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇല്ലാത്തത് നമുക്ക് നോക്കുമ്പോൾ അയാളുടെ പുത്രന് വീരചക്രം ലഭിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ശരി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യം എന്താണെന്നുള്ളത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ശ്രദ്ധിക്കുക, അനുഗ്രഹീത കലാകാരന് പത്മശ്രീ ലഭിച്ചു. ഓപ്ഷൻ ബിയും അനുഗ്രഹീത കലാകാരന് പത്മശ്രീ ലഭിച്ചു. അപ്പൊ അവിടെ ഏതാ തെറ്റ്? ഇവിടെയാണ് നമ്മൾ പദശുദ്ധി എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് അനുഗ്രഹം അല്ലെ, അതായത് ഈ ഗ്ര എന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെ ഗ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഗ്രഹം, പ്ലാനറ്റ് അല്ലെ, ഗ്രഹം, സൂര്യഗ്രഹം എന്നൊക്കെ പറയുന്ന ആ ഗ്രഹമാണ്. എന്നാൽ അനുഗ്രഹീതൻ എന്ന് പറയുമ്പോൾ അനുഗ്രഹീതൻ എന്ന് പറയുന്നത് അനുഗ്രഹമുള്ള എന്ന അർത്ഥത്തോടു കൂടി, അനുഗ്രഹമുള്ള ഒരു അർത്ഥത്തോടു കൂടി പറയുന്നതാണ് അനുഗ്രഹീതൻ. അനുഗ്രഹമുള്ള ഒരു വ്യക്തി, അനുഗ്രഹീതൻ. ആ എന്ന് പറയുന്നത് നമ്മൾ വീടിന്റെ ആണ്, ഗൃഹം എന്നാണ്. ഓക്കെ, അപ്പോ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രഹത്തിന്റെ ഗ്ര കൊടുക്കുമ്പോൾ അത് ശരിയാണ്. എന്നാൽ അനുഗ്രഹമുള്ളവന് അനുഗ്രഹീതൻ എന്നാണ് പറയുന്നത്. അത് നമ്മൾ വീട്, ഗൃഹനാഥ എന്ന ആണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ പദശുദ്ധിയാണ് കയറി വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി, അനുഗ്രഹീത കലാകാരന് പത്മശ്രീ ലഭിച്ചു എന്നതാണ് ശരി ഉത്തരം. ഇതേപോലെ തന്നെ പദശുദ്ധിയിൽ കയറി വരുന്ന മറ്റൊരു ചോദ്യമാണ് അയാൾ അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇത് ഇവിടെ ഏതാണ് ശരി? പദശുദ്ധിയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. എന്താണ് അസന്ദിഗ്ധം എന്ന് പറഞ്ഞാൽ? അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉറപ്പോടുകൂടി, നിശ്ചയമായും, യാതൊരുവിധ സംശയം കൂടാതെ. അതാണ് എന്തെന്ന് പറയുന്നത്? അസന്ദിഗ്ധം. ഓക്കെ, അസന്ദിഗ്ധമായി. കണ്ടോ, ചന്ദനത്തിന്റെ ഇട, അതാണ് കയറി വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി. അസന്ദിഗ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ സംശയം കൂടാതെ, നിശ്ചയമായും. ഓക്കെ, ആ അർത്ഥമാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യം നോക്കിയേ. വേറെയും പല ഉള്ളൂരിന്റെയും കൃതികൾ എൻ്റെ കൈവശമുണ്ട്. ഉള്ളൂരിന്റെ വേറെയും പല കൃതികൾ എൻ്റെ കൈവശമുണ്ട്. ഇവിടെ ഏതാ ശരി? വേറെയും പല ഉള്ളൂരിന്റെയും. അവിടെ നമ്മുടെ മനസ്സിൽ തന്നെ കയറി വന്നിട്ടുണ്ട്. ഇവിടെ എന്താണോ ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. വേറെയും പല ഉള്ളൂരിന്റെ എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളൂരേ ഉള്ളൂ, മഹാകവി ഉള്ളൂർ. അദ്ദേഹത്തെയാണ് നമ്മൾ ഉള്ളൂർ എന്ന് വിളിക്കുന്നത്, മഹാകവി ഉള്ളൂർ. വേറെയും പല ഉള്ളൂരിന്റെ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി ആണ് ശരി. ഉള്ളൂരിന്റെ വേറെയും പല കൃതികൾ എൻ്റെ കൈവശമുണ്ട്. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ്? ഇതിനെയാണ് പ്രക്രമഭംഗം എന്ന് പറയുന്നത്. അതായത് പദങ്ങളുടെ ക്രമം തെറ്റിച്ച് നൽകിയിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ അടിസ്ഥാനം എന്താണ്? നമ്മൾ എപ്പോഴും മലയാളത്തിന്റെ അടിസ്ഥാനം കർത്താവ്, കർമ്മം, ക്രിയ എന്നുള്ളതാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ നേരെ എന്താ? കർത്താവ്, ക്രിയ, കർമ്മം. മലയാളത്തിൽ വരുമ്പോൾ കർത്താവ്, കർമ്മം, ക്രിയ. ഫോർ എക്സാമ്പിൾ, രാമൻ രാവണനെ കൊന്നു. രാമൻ എന്ന് പറയുന്നത് കർത്താവ്, രാവണൻ കർമ്മം, കൊന്നു ക്രിയ. അപ്പോ ഇതാണ് മലയാളത്തിന്റെ അടിസ്ഥാന ക്രമം. അപ്പോ ആ ക്രമം തെറ്റിച്ചുകൊണ്ട് പറയുന്നതെല്ലാം വാക്യശുദ്ധി ആവത്തില്ലല്ലോ. അതിനാണ് പ്രക്രമഭംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രക്രമഭംഗമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ്? ഉള്ളൂരിന്റെ, കണ്ടോ, ഉള്ളൂരിന്റെ വേറെയും പല കൃതികൾ എൻ്റെ കൈവശമുണ്ട്. ഓക്കെ, ക്രമം തെറ്റി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശവൽക്കരിച്ചു. ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശസാൽക്കരിച്ചു. ഇവിടെയും പദശുദ്ധിയാണ് കയറി വന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് പോയിരിക്കുന്നത് എവിടെയാണ്?
ദേശവൽക്കരിച്ചു, ദേശസാൽക്കരിച്ചു. നമ്മൾ ഇംഗ്ലീഷിൽ പറയും നാഷണലൈസേഷൻ, ദേശസാൽക്കരണം. ഓക്കെ, ഇല്ലെന്നും കാണിക്കാം, താ കൊടുത്ത ചന്ദ്രകല കാണിച്ചും എഴുതാം. അപ്പോ ദേശസാൽക്കരിച്ചു എന്ന് പറയുന്നതാണ് ശരി കേട്ടോ. ദേശവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാ. നാഷണലൈസ് ചെയ്യുക അല്ലെ, ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശസാൽക്കരിച്ചു. ദേശസാൽക്കരിച്ചു എന്ന് പറയുന്നതാണ് ശരിയായ ഉത്തരം. അവിടെ പദശുദ്ധിയാണ് വാക്യശുദ്ധിയുടെ ഭാഗമായിട്ട് കയറി വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കിയേ. ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന വ്യക്തിയാണ് ഭഗത് സിംഗ്. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തിയാണ് ഭഗത് സിംഗ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അർത്ഥം അല്ലെങ്കിൽ ആശയം ഇരട്ടിപ്പിച്ചിരിക്കുകയാണ്. എവിടെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന വ്യക്തിയാണ് ഭഗത് സിംഗ്. ആരാധന എന്ന് പറയുമ്പോൾ തന്നെ കൂടുതൽ ഇഷ്ടം എന്ന അർത്ഥമാണ് വരുന്നത്. ആണോ അല്ലയോ? ആരാധന എന്ന് പറയുമ്പോൾ തന്നെ അധികമായ ഇഷ്ടം, അധികമായ താല്പര്യം എന്ന അർത്ഥത്തോടു കൂടിയാണ്. അപ്പൊ അവിടെ അധികം അല്ലെങ്കിൽ കൂടുതൽ കയറി വന്നിട്ടുണ്ട്. അപ്പൊ എന്തിനാ ഇവിടെ വീണ്ടും കൊടുക്കുന്നേ? ആ അധികം അങ്ങ് വെട്ടിക്കളാ. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തിയാണ് ഭഗത് സിംഗ്. അപ്പൊ ഇവിടെ പൗനരുക്ത്യമാണ് കയറി വന്നിരിക്കുന്നത് അല്ലെ. ഒരു ആശയം അല്ലെങ്കിൽ അർത്ഥം ഇരട്ടിപ്പിച്ച് കാണിച്ചുകൊണ്ടാണ് എ തെറ്റ്, ബി ശരിയായത്. ഓക്കെ, അപ്പൊ ഇത് സ്ഥിരം സ്റ്റീരിയോടൈപ്പ്. നമുക്ക് ഈ ഒരു രീതി മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഇതേ ചോദ്യങ്ങൾ തന്നെ തിരിച്ചിട്ടും മറിച്ചിട്ടും PSC ചോദിച്ച് വരാറുണ്ട്. ഓക്കെ അല്ലേ? ശരി, അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ഒന്ന് നോക്കിക്കേ. കൃഷിരീതികളെ ആധുനികവൽക്കരിക്കേണ്ടതാണ്. ഓപ്ഷൻ ബി, കൃഷിരീതികളെ ആധുനികീകരിക്കേണ്ടതാണ്. ഇവിടെയും നിങ്ങളുടെ മനസ്സ് പോകേണ്ടത് ഈ പറയുന്ന കാര്യത്തിൽ തന്നെയാണ്. പദശുദ്ധി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മുന്നേ ഒരു ക്ലാസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാള തർജ്ജമ ആണ് എന്തെന്ന് പറയുന്നത് ആധുനികീകരണം. നമ്മളെപ്പോഴും തെറ്റിയും പലയിടങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് ആധുനികവൽക്കരണം. ഏതോ സിനിമയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ആധുനികവൽക്കരണം തെറ്റായ പദമാണ്. യഥാർത്ഥ പദം എന്ന് പറയുന്നത് ആധുനികീകരണം. ഓക്കെ, ആധുനികീകരിക്കേണ്ടതാണ്, ആധുനികീകരണം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇവിടെയും ഓപ്ഷൻ ബി തന്നെയാണ് ശരി. യെസ്, ഈ ചോദ്യം ശ്രദ്ധിക്കണം. നീ വരുകയും പണം കൊടുത്തയക്കുകയോ വേണം. എ. ബി നോക്കിയേ. നീ വരുകയോ പണം കൊടുത്തയക്കുകയോ വേണം. ഇവിടെ ഏതാ ശരി? നിങ്ങൾ തന്നെ പറയും, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകും. നീ വരുകയും പണം കൊടുത്തയക്കുകയോ വേണം. ഏതൊരു അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മലയാളത്തിന്റെ ആ ഒരു സ്പന്ദനമൊന്നും മനസ്സിലാക്കാതെ തന്നെ മനസ്സിലാക്കാം എന്ത്. ഓപ്ഷൻ എ തെറ്റാണ്. നീ വരികയോ പണം കൊടുത്തയക്കുകയോ വേണമെന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ അടിസ്ഥാനം എന്താണ് ഇവിടുത്തെ അടിസ്ഥാനം? ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇതിപ്പോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി ഇതിന്റെ വേറെ രീതി ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും? എന്ത് പഠിക്കുമ്പോഴും ഒരു അടിസ്ഥാനമൊക്കെ വേണ്ടേ? അപ്പൊ ഇതിനാണ് നമ്മൾ പറയുന്നത് സമുച്ചയ ദോഷം എന്ന് പറയുന്നത്. എന്താണ് സമുച്ചയ ദോഷം? നമ്മൾ ഈ പറയുന്ന പല നമ്മുടെ വാക്യങ്ങളിലും കാണുന്ന ഒരു തെറ്റാണ്. കൂടി, ഒരു, എന്നൊക്കെ ചേർത്ത് അല്ലേ? ആണോ അല്ലയോ? കൂടി, ഒരു, എങ്കിൽ എന്നൊക്കെ അനാവശ്യമായിട്ട് ചേർത്ത് വരുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ PSC പരീക്ഷകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി, ഒരു, എങ്കിൽ, എന്നിവ കയറി വരുന്നുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം.
അത് അപായ സൂചനയാണ്. സമുച്ചയ ദോഷം, അതായത് വാക്യങ്ങളിൽ അനാവശ്യമായി ഇവ ചേർത്ത് പറയുന്നത് വാക്യശുദ്ധി ഇല്ലായ്മ ചെയ്യും. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, വരുകയും ഇവിടെ കയറി വന്നില്ലേ? അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്, അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം, സമുച്ചയ ദോഷം. അപ്പോ ശ്രദ്ധിക്കണം, വളരെ പ്രധാനം. കണ്ണുടച്ച് നമ്മൾ ബ്ലൈൻഡായിട്ട് നമ്മൾ അങ്ങ് ട്രസ്റ്റ് ചെയ്യണം. എന്താണ്? ഒരു കേരള PSC മത്സര പരീക്ഷാ ചോദ്യത്തിൽ വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും കൂടി, ഒരു, എങ്കിൽ, എന്നിവ വന്നിട്ടുണ്ടെങ്കിൽ അവ അപായ സൂചനയാണ്. അവ ചേർന്നിട്ടുള്ളത് തെറ്റായിട്ട് അങ്ങ് കണ്ണുപൂട്ടി കൊടുത്തോ. ഓക്കെ, ശരി. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കും. ഇതിനെയാണ് നമ്മൾ സമുച്ചയ ദോഷം എന്ന് പറയുന്നത്, കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓപ്ഷൻ ബിയിലേക്ക് വന്നല്ലോ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ ഈ ചോദ്യം. പെട്ടെന്നുണ്ടായ ഭാര്യയുടെ മരണം അയാളെ തളർത്തിക്കളഞ്ഞു. ഭാര്യയുടെ പെട്ടെന്നുണ്ടായ മരണം അയാളെ തളർത്തിക്കളഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പെട്ടെന്നുണ്ടായ ഭാര്യ പെട്ടെന്നുണ്ടാവത്തില്ല, അല്ലേ? അങ്ങനെ നമുക്ക് അർത്ഥം വെച്ച് പറയുമ്പോഴേക്കും ഭാര്യയുടെ പെട്ടെന്നുണ്ടായ മരണം എന്നുള്ള, അപ്പൊ ഇവിടെയും പദങ്ങളുടെ ക്രമം തെറ്റിച്ച് നൽകിയിരിക്കുക. അതുകൊണ്ട് തന്നെ പദക്രമത്തിലുണ്ടായ തെറ്റാണ് ഇവിടുത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഭാര്യയുടെ പെട്ടെന്നുണ്ടായ മരണം അയാളെ തളർത്തിക്കളഞ്ഞു, അതാണ് ശരിയായ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മലയാളത്തിന്റെ അടിസ്ഥാനം നമ്മൾ പറഞ്ഞല്ലോ. പദക്രമം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഇവിടെ സംഭവിച്ചത് എന്താണ്? പ്രക്രമഭംഗം, അതായത് പദങ്ങളുടെ ക്രമം തെറ്റിച്ചു നൽകിയിരിക്കുകയാണ്. മലയാളത്തിൽ കർത്താവ്, കർമ്മം, ക്രിയ എന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനാണെങ്കിൽ ഈ ഒരു ചോദ്യം നോക്കിയേ. അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. ഏതാ ശരി? അതിനേക്കാൾ കവിഞ്ഞ, ഈ കവിഞ്ഞ ഇവിടെ വേണോ? അതിനേക്കാൾ എന്ന് മാത്രം പോരെ. ഇവിടെ വീണ്ടും ആശയം അല്ലെങ്കിൽ അർത്ഥം ഇരട്ടിപ്പിച്ചിരിക്കുകയാണ്, പൗനരുക്ത്യം, അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാം. അടുത്ത ചോദ്യത്തിലേക്ക്. വിഷ്ണു 3 പേനകൾ വാങ്ങി. ഇതാണ് വളരെ പ്രധാനം എന്ന് പറയുന്നത്. PSC ഈ അർത്ഥം അല്ലെങ്കിൽ ആശയം ഇരട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അത് കഴിഞ്ഞാൽ സംഖ്യ. വിഷ്ണു 3 പേനകൾ വാങ്ങി. ഇത് പലരും 50-50 ചാൻസ് എടുക്കത്തുള്ളൂ. ഓക്കെ, വിഷ്ണു 3 പേനകൾ വാങ്ങി എന്നാണോ ശരി, അതോ വിഷ്ണു 3 പേന വാങ്ങി എന്നാണോ ശരി? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിഷ്ണു 3 പേനകൾ വാങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ 3 പേനകൾ, അതായത് അവിടെ ഒരു ബഹുത്വം, അതായത് ഇരട്ടിപ്പിക്കൽ 2 തവണ വന്നിരിക്കുക. ഓൾറെഡി ബഹുത്വം സൂചിപ്പിക്കുന്ന വാക്കാണ് 3 എന്ന് പറയുന്നത്, സംഖ്യ, അല്ലെ? 3 എന്ന് പറയുന്നത് അവിടെ ബഹുത്വം സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോ വാക്യത്തിൽ ഒരു തവണ ബഹുത്വം സൂചിപ്പിച്ചാൽ മതി, അതിനെ വീണ്ടും ഇരട്ടിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ 3 പേനകൾ എന്ന് പറയത്തില്ല, പകരം 3 പേന എന്നേ പറയത്തുള്ളൂ. സോ അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? അവൾക്ക് 2 കുട്ടിയുണ്ടെന്നേ പറയത്തുള്ളൂ. അവൾക്ക് 2 കുട്ടികളുണ്ട്. ഇതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഒരു സംഭാഷണത്തിനിടയിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പരീക്ഷയ്ക്ക് ശരിയാകണമെന്നില്ല. അപ്പോൾ ബഹുത്വം ഒരു തവണ സൂചിപ്പിച്ചാൽ മതി, അത് വീണ്ടും എടുത്ത് കാണിക്കും. ഒരു തവണ മാത്രമേ ബഹുത്വം വാക്യത്തിൽ സൂചിപ്പിക്കാവൂ. വീണ്ടും അത് എടുത്ത് കാണിക്കുന്നത് തെറ്റാണ്. 3 പേന, 3 പേനകളല്ല. 2 കുട്ടികളല്ല. ഓക്കെ. 100 വർഷം, 100 വർഷങ്ങളല്ല. 3 മാസം, 3 മാസങ്ങളല്ല. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? സംഖ്യ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? സംഖ്യാദോഷമാണ്. ഓക്കെ, ബഹുത്വം
എടുത്തു കാണിക്കുകയാണ് വീണ്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് പക്കയാണ്. ഇനി നോക്കിയേ, ഗുരു പഠിക്കാത്തതിന് ശിഷ്യനെ ശിക്ഷിച്ചു. ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു. പ്രക്രമഭംഗമല്ലേ? പദങ്ങളുടെ ക്രമം തെറ്റിച്ച് നൽകിയിരിക്കുകയല്ലേ? അല്ലെങ്കിൽ തന്നെ ഗുരു നമ്മൾ സാധാരണ നമ്മൾ പറയുമ്പോൾ ടീച്ചർ പഠിക്കാത്തതിന് അവനെ അടിച്ചു നമ്മൾ പറഞ്ഞു പോവും. പക്ഷേ അത് ശരിയാണോ? മലയാളത്തിന്റെ അടിസ്ഥാനം എന്താ? കർത്താവ്, കർമ്മം, ക്രിയ. ഗുരു കർത്താവ്, കർമ്മം, ശിഷ്യൻ ക്രിയ, പഠിത്തമാണേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി. ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു. നോക്ക്, പറയുന്നത് എനിക്കും കൂടി കേൾക്കാം. പറയുന്നത് എനിക്കും കേൾക്കാം. ഏതാ ശരി? നമ്മൾ നേരത്തെ പഠിച്ചു സമുച്ചയ ദോഷം. ഞാൻ എടുത്തു പറയാം, നിങ്ങൾ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട ആ വാക്യത്തിൽ ഒരു കൂടി, എങ്കിൽ, എന്നിവ വന്നിട്ടുണ്ടെങ്കിൽ വെട്ടിക്കോളണം. ഓക്കെ, പറയുന്നത് എനിക്കും കേൾക്കാം എന്നതാണ് ശരി. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോ അവസാന ചോദ്യത്തിലേക്ക്, ഓരോ ആളുകളും അവിടെ ഇരിക്കണം. ഓരോ ആളും അവിടെ ഇരിക്കണം. ഏതാ ശരി? ഇത് വളരെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് സംഖ്യാശബ്ദം എന്ന് നമ്മൾ ഇതിനെ പറയും. സംഖ്യാശബ്ദം എന്താണ്? നമ്മൾ പറയുന്നത് എന്താണ്? ഈ പറയുന്ന രീതിയിൽ ഓരോ കുട്ടികളും എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ പറയും. ഓരോ കുട്ടികളും നാളെ വരുമ്പോൾ ചുവന്ന ഉടുപ്പ് അണിയണം എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇവിടെ ഓരോ കുട്ടികൾ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ എന്നതിന് ശേഷം ബഹുത്വം സൂചിപ്പിക്കരുത്. ഓരോ, നിങ്ങൾ എഴുതി വെച്ചോളണം. നമ്മൾ നേരത്തെ പഠിച്ചു. നേരത്തെ നമ്മൾ സംഖ്യ കാണിച്ചതിന് ശേഷം ബഹുത്വം സൂചിപ്പിക്കുന്ന സംഖ്യ കാണിച്ചതിന് ശേഷം മറ്റൊരു ബഹുത്വം കാണിക്കരുത് എന്ന് പറയുന്നത് പോലെ ഓരോ എന്ന വാക്കിന് ശേഷം ബഹുത്വം സൂചിപ്പിക്കരുത്. ഓരോ കുട്ടിയും, ഓരോ കാഴ്ചയും, ഓരോ അധ്യാപകനും, ഓരോ മന്ത്രിയും എന്ന് പറയുന്നതാണ് ശരി. അതുപോലെ ഓരോ ആളും അവിടെ ഇരിക്കണം. ഓരോ ആളും അവിടെ ഇരിക്കണം എന്നുള്ളതാണ് ശരി. ഓക്കെ, അപ്പൊ ഇത് ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നൽകിയേക്കാം. എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനൽ സന്ദർശിക്കുക. പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് വരിക്കുന്ന മറ്റ് പല ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. നന്ദി.